പിന്നെ ചേട്ടൻ എന്നോട് ക്ഷമിക്കൂ. നീ ഈ കുടുംബത്തിന്റെ മാനം കെടുത്തി. നീ ഗർഭിണിയാണ്. ഈ ലോകം അറിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? വലിയ തെറ്റാണ് നീ ചെയ്തത്. പക്ഷെ നിന്നെ മാത്രം പഴി പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ പെങ്ങൾ വളർന്നത് കാണാൻ കഴിയാതെ പോയ ഞാനും തെറ്റുകാരനാണ്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയൂ. എന്ത് നഷ്ടപ്പെട്ടാലും ശരി, ആ വിവാഹം നടക്കും. അയാൾ ആരും ആയിക്കോട്ടെ, ചേട്ടൻ നിങ്ങൾ വിവാഹം നടത്തി തരാം. ആരാണെന്ന് പറയൂ. പൂന്തോപ്പിലെ ശേഖരേട്ടൻ. ശേഖരപിള്ള? മിസ്റ്റർ, ഞാൻ അവിവാഹിതനാണ്. വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയുന്നു. നിങ്ങൾ നിഷേധിക്കുകയാണോ? എനിക്ക് പല സ്ത്രീകളായിട്ടും ബന്ധമുണ്ടാവാം. അത്തരം കേസുകളൊക്കെ ഞാൻ അപ്പപ്പോ പിരിച്ചുവിടുകയാണ് പതിവ്. അപ്പോൾ എന്റെ സഹോദരി? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ സഹോദരി എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ മനുഷ്യ? ശേഖരപിള്ളേ, അവൾ ഗർഭിണിയായത് നിങ്ങൾ മൂലമാണ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് യാചിക്കുകയാണ്. ഞങ്ങളുടെ മാനം രക്ഷിക്കണം. മാനം രക്ഷിക്കാനാണെങ്കിൽ വല്ല ഡോക്ടർമാരെയും രഹസ്യമായി കാണുകയാണ്. ശേഖരപിള്ളേ, ഇതിന് ഉത്തരവാദി നിങ്ങളാണെങ്കിൽ? അല്ലെന്ന് ഞാൻ തെളിയിക്കാം. നിങ്ങൾ പോണം, എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ല, ശ്രീദേവിയോ? വരൂ. എന്തിനാ പെണ്ണെ ഈ ദുർമുഖം കാണിച്ച് എന്നെ വിഷമിപ്പിക്കും? എന്റെ ചേട്ടനെ അപമാനിച്ചു വിട്ടത് ഇതാണ് ആ കാര്യം. നിന്റെ ചേട്ടനുണ്ടല്ലോ, ഒരു കൊലപ്പുള്ളിയെ ചോദ്യം ചെയ്യുന്നത് പോലെ എന്നോട് സംസാരിച്ചാലോ? എനിക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ? ആ, അതൊക്കെ പോട്ടെ. ഇനി നമ്മുടെ വിവാഹം താമസിപ്പിക്കാൻ പാടില്ല. ഞാനും അത് പറയാനാണ് വന്നത്. അതിനിപ്പോ ഞാനൊരു ബിസിനസ് പാർട്ടിയെ കാത്തിരിക്കാം. നീ ഇപ്പൊ ഇവിടെ നിന്നാൽ നമുക്ക് നാളെ സംസാരിക്കാം. ഹോട്ടൽ ഡീലക്ഷൻ. നീ എന്നെ പുറകിലേക്ക് വരൂ. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കാത്തിരിക്കും. ഞാൻ വരാം. നിങ്ങൾ ആരാണ്? അത് കൊള്ളാം. എന്റെ മുറിയിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന്? എക്സ്ക്യൂസ് മീ, ഞാൻ പോട്ടെ. പോകാൻ വേണ്ട. ഒന്നും പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ലെന്ന്. നിക്ക്. നിങ്ങൾ ഭയത്തക്കമാരാണോ? അയ്യോ അല്ല. പിന്നെ എന്തായാലും ഹോട്ടൽ മുറിയിൽ വ്യഭിചാരം കുറ്റമാണോ അറിയാമോ? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ, ഞാൻ എന്ത് വേണം? ആരാണെന്നോ? ചേട്ടാ. ചേട്ടനോ? എന്റെ കുഞ്ഞെവിടെ? പറയും ചേട്ടാ, എന്റെ കുഞ്ഞെവിടെ? നിന്റെ കുഞ്ഞോ? അങ്ങനെയൊന്നില്ല. നിന്റെ വിവാഹം ഇനിയും നടന്നിട്ടില്ല. പക്ഷെ ഞാനൊരു അമ്മയാണ്. തന്തയില്ലാത്ത കുഞ്ഞിന്റെ എന്നോട് പറയണം. ആ തെറ്റ് എന്റേതാണ്, എന്റെ കുഞ്ഞിന്റെ അല്ല. ചേട്ടൻ എന്നെ കൊല്ലാമായിരുന്നില്ലേ? എന്റെ കുഞ്ഞിനെ. ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരാൻ പാടില്ല. ആ കുഞ്ഞില്ലാതെ എനിക്കും ജീവിക്കാനാവില്ല. നീ മരിച്ചാൽ എനിക്കെന്ത്? പിഴച്ചു പറ്റ പെങ്ങൾ, വ്യഭിചാര കുറ്റത്തിൽ റെസ്ക്യൂ ഹോമിൽ കിടന്നവൾ, ജാരസന്താനവുമായി ഈ പടികിടക്കാൻ അനുവദിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് ഞാൻ തിരുത്താം. ഈ പടി ഞാൻ ഇറങ്ങുന്നു. പക്ഷെ ഒരു കാര്യം, ഞാൻ വിവാഹിത അല്ലെങ്കിലും എന്റെ കുഞ്ഞിന് അച്ഛനുണ്ട്. ഞാനത് തെളിയിക്കും. ഞാൻ വ്യഭിചാരി അല്ലെന്ന സത്യം
കാലം പറയും. എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടെത്തും. അതിനുശേഷമേ ഞാൻ ഈ പഠിച്ചോട്ടെ. സർവശക്ത, യാതൊരു കലർപ്പും ഇല്ലാത്ത നല്ല തലച്ചാരായമാ വെച്ച് പൂജിക്കുന്ന ഇന്ന് 10 ചക്രത്തിനുള്ള വഴി ഉണ്ടാക്കി തരണേ. ഞങ്ങളെ തഴയരുത് പരമ്പൊരുളേ കൈലാസവാസ. ആ എത്രയാ? എനിക്കൊരു അര. കൈനീട്ടമാ. കാശുണ്ടോ? ഉണ്ടുണ്ടോ. തനിക്കോ? എനിക്കൊരു കാല്. എന്തിനാടോ കാലാക്കുന്നേ? അര മുഴുവനേ അടിയെന്ന്. നാരായണ കൂടെ ഒന്ന് പെട്ടെന്നാണ് കത്തുന്നത്. നല്ല ചൂടോടതാ. നാരായണ എന്താ? സ്റ്റുഡന്റാ. ദൈവമേ. എടാ ദ്രോഹി. എടാ ഫൽഗുണ, എടാ ദുർഗുണ, ദൈവത്തിന് വെച്ച ചാരായം ആവടാ എടുത്ത് കുടിക്കുന്ന ശവമേ. അപ്പൊ എക്സൈസുകാർക്ക് വെച്ചിരുന്നത് അച്ഛനെടുത്ത് കുടിച്ചതാ. എടാ അതുപോലെ ആവടാ ഇത്. ഇത് പൂജിച്ചു കഴിഞ്ഞാ പിന്നെ പുണ്യതീർത്ഥമാ. എടാ ഞാൻ നിന്റെ അച്ഛനാ, എന്നെ കാങ്ക കുടിക്കാതെടാ. നോക്കിയിട്ടല്ലയോ കണ്ടത്? എന്റെ സ്വന്തം അച്ഛനാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്റെ ഒരു കാല് കാണുന്നില്ലേ? എന്റെ ഒരു കാല് ഇവിടെ ആരും മോഷ്ടിക്കുന്നില്ല. താൻ വന്നപ്പോ ഒരു കാലം കൊണ്ടേ വന്നുള്ളൂ. അല്ലെന്നേ, ഞാൻ വന്നപ്പോ 2 കൊണ്ടുവന്നതാ. എന്റെ കാലുണ്ടല്ലോ. അച്ഛന്റെ കാലല്ല അച്ഛോ, പിന്നെ ഇയാളുടെ കാലിന്റെ കാര്യമാണ്. സമ്മതിച്ചു. ഇപ്പോഴാണ് നിങ്ങൾ എന്റെ അച്ഛനായത്. അമ്പടാ തന്തേ. നമസ്കാരം. നമസ്കാരം. ഇവരൊക്കെ പോകാൻ പറ. ജയിലിൽ നിന്ന് വിട്ടോ? മോനെ ക്ഷീണിച്ചു പോയല്ലോടാ. അതെന്താണെന്നറിയാവോ? ജയിലിലെ ശാപ്പാട് സപ്ലൈ ഒരു ഭരണകക്ഷിക്കാരൻ. അവന്റെ ഗോതമ്പുണ്ട വളരെ ചെറുതായി പോയി. ഇതെന്താണ് ഈ പുതിയ ഉൽപ്പന്നം? ആശാനങ്ങ് അകത്തായിരുന്നപ്പോ ഇവിടെ ഒരൊറ്റ മോഷണം പോലും വിജയിച്ചില്ല. ഈ തണ്ടക്കണയും കൊണ്ട് പോയാൽ നാട്ടുകാരടിച്ചു കൊല്ലും. അതുകൊണ്ട് ചാരായം കാച്ചോണ്ടിരിക്കും. ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, വലിയ തെറ്റില്ല. ഇനി സർക്കാരിന്റെ ലോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രശ്നം ഗുരുതരമാണ് ആശാനെ. എന്നാൽ ഇനി ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഇത് മനുഷ്യന്റെ കരൾ ദ്രവിപ്പിക്കുന്ന സാധനമാണ്. അത് രാജ്യദ്രോഹമാണ്. അവന്റെ ഒരു വാറ്റും നീറ്റും. എടാ, എന്തും ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ വേണം. അതായത് മോഷണം. അതെ, ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക. സത്യശീലന്റെ തത്വശാസ്ത്രത്തിൽ അതാണ് സോഷ്യലിസം. കാണാൻ പിണങ്ങി പോവുമായിരിക്കല്ലേ? ശരീരത്തിൽ കൈയ്യട്. ഞാൻ ആളൊരു ബ്രഹ്മചാരിയാ. ഞാൻ അല്പം താമസിച്ചു പോയി, ക്ഷമിക്കൂ. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ പറയാം, വരൂ. രക്ഷയില്ലടിയാ, പോവാ. ഉപകാരത്തിന് നന്ദി. ഞാൻ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനാ ചങ്ങാത്തം ഭാവിച്ചത്. എങ്കിൽ നേരത്തെ വിവരം പറഞ്ഞത് ഞാൻ രണ്ടെണ്ണം കൊടുക്കാനല്ലോ. ഞാൻ വരട്ടെ. അത് അങ്ങനെ പോയാലോ? എന്തെങ്കിലും ചെലവ് ചെയ്യണോ? ചക്ക